Next section is sums and terms. So in this section, generalized ഉപയോഗിക്കുന്ന principle എന്ന് പറഞ്ഞാൽ in an arithmetic sequence, if the sums of positions of two pairs of terms are equal, then the sums of the pairs of the terms are also equal. ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. 5, 8, 11, 14, 16 എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എടുക്കുകയാണെങ്കിൽ ഈ ജനറൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഏതെങ്കിലും രണ്ട് ടേംസിന്റെ പൊസിഷൻ, ഇപ്പം ഞാൻ 5 and 14 എന്ന് പറയുന്ന രണ്ട് ടേംസ് എടുക്കാം. അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 1 and 4. ഓക്കെ, ഈ രണ്ട് പൊസിഷന്റെ സമ്മ് എന്ന് പറയുന്നത് 5ഉം ഞാൻ ഈ ഒരു രണ്ട് ടേംസും കൂടി എടുക്കുകയാണ് 8 and 11. ദാറ്റ് ഈസ് ഇവരുടെ പൊസിഷൻ എന്ന് പറയുന്നത് 2 and 3. ഇവരുടെ സമ്മും 5 ആണ്. സോ രണ്ട് ടേംസിന്റെ പൊസിഷന്റെ സമ്മും സെയിം ആണ്. അങ്ങനെ ആവുമ്പോൾ ആ രണ്ട് ടേംസിന്റെ സമ്മുകളും ആ രണ്ട് പെയേഴ്സ് ഓഫ് ടേംസിന്റെ സമ്മുകളും തമ്മിൽ സെയിം ആയിരിക്കും. അതായത് ഇപ്പോൾ 5, 14, 8, 11 എന്ന് പറയുന്ന രണ്ട് പെയേഴ്സ് ഓഫ് ടേംസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അവരുടെ പൊസിഷന്റെ സമ്മ് സെയിം ആണ്. ഇനി അവരുടെ സമ്മും സെയിം ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ജനറൽ പ്രിൻസിപ്പിൾ ട്രൂ ആണോ നോക്കാം. 5 + 14 = 19. 8 + 11 എത്രയാണ്? 19. സോ ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, if the sums of the position of two pairs of terms are equal, then the sums of the pairs of terms are also equal. Okay, വേറൊരു arithmetic sequence എടുക്കാം. 2, 4, 6, 6, 8, etc. ഇവിടെ ഞാൻ രണ്ട് ടേംസ് എടുക്കുകയാണ്. 2, 8 എടുത്തു, 4ഉം 6ഉം എടുത്തു. ഇവിടെ 2ന്റെ പൊസിഷൻ 1ഉം 8ന്റെ പൊസിഷൻ 4ഉം ആണ്. 4ന്റെ പൊസിഷനും 6ന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 2 + 3. പൊസിഷൻ സെയിം ആണ്. The next is term sum. 2 + 8 = 10. 6 + 4 = 10. ഇത് ഈ ഒരു ജനറൽ പ്രിൻസിപ്പിൾ എല്ലാ അരിത്തമെറ്റിക് സീക്വൻസിലും ബാധകമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ആ ഒരു ജനറൽ പ്രിൻസിപ്പിളിന്റെ ബേസിസ് ആണ് എക്സസൈസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് റൈറ്റ് 3 arithmetic sequence with 30 as the sum of the first 5 terms. നമ്മളോട് 3 arithmetic സീക്വൻസുകൾ ജനറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. The arithmetic sequence that we generate will have 30 as a sum of the first 5. The arithmetic sequence that we generate will have 30 as a sum of the first 5 terms. ആ നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്ന arithmetic സീക്വൻസിലെ ഫസ്റ്റ് 5 ടേംസിന്റെ സം എടുക്കുമ്പോൾ നമുക്ക് 30 കിട്ടണം. ഓക്കെ, അപ്പോൾ ഞാനൊരു arithmetic സീക്വൻസ് ജനറേറ്റ് ചെയ്യാം. x + 1, x + 2, x + 3, x + 4. സോ ഇവിടെ ഫസ്റ്റ് 5 ടേംസ് ഉണ്ട്. എങ്ങനെയായിരിക്കണം ഈ ഫസ്റ്റ് 5 ടേംസ്? ഈ ഫസ്റ്റ് 5 ടേംസിന്റെ സമ്മ് എന്ന് പറയുന്നത് 30 ആയിരിക്കണം അല്ലേ? അപ്പം ഞാൻ ജസ്റ്റ് ഒരു സീക്വൻസ് ജനറേറ്റ് ചെയ്തു. ഇവരുടെ സമ്മ് നമുക്ക് 30 ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്? ദിസ് ഇസ് 5x + 10 = 30. 5x = 20. x = 4. അപ്പോൾ നമുക്ക് x = 4 കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ x ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്തൂടെ? ദാറ്റ് ഈസ് എന്തായിരിക്കും അരിത്തമെറ്റിക് സീക്വൻസ്? ഫസ്റ്റ് വൺ ഈസ് 4, സെക്കൻഡ് വൺ ഈസ് 5, 6, 7, 8, etc. ഞാൻ നിങ്ങൾക്ക് രണ്ടെണ്ണം കണ്ടുപിടിക്കാം. മൂന്നാമത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് കമന്റിൽ ചോദിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് വേറൊരു രീതിയിൽ ജനറേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? x + 2, x + 4, x + 6, x + 8. ഇതാണ് ഞാൻ ജനറേറ്റ് ചെയ്തിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിചാരിച്ചു. നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? ഇവരുടെ സമ്മ് എന്ന് പറയുന്നത് 30 ആയിരിക്കണം. ഇത് 30 ആയിരിക്കണം. സോ ഇതിൽ നിന്ന് സിമിലർലി എബവ് നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. ദാറ്റ് ഈസ് 5x + 20 = 30. 5x = 10. Then x = 2. ഓക്കെ, സോ എക്സ് നമുക്ക് 2 ആയിട്ട് കിട്ടി. എക്സ് 2 ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് കണ്ടുപിടിക്കാമല്ലോ. ദാറ്റ് ഈസ് 2, 4, 6, 8, etc. ഇതായിരിക്കും അരിത്തമെറ്റിക് സീക്വൻസ്. സോ ഈ രണ്ട് സീക്വൻസ് ഞാൻ ജനറേറ്റ് ചെയ്തതിൽ നമ്മളെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. അവരുടെ ഫസ്റ്റ് 5 ടേംസിന്റെ സമ്മ് 30 ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് the first term of an arithmetic sequence is 1 and the sum of the first 4 terms is 100. Find the first 4 terms. So നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് ടേം 1 ആണ് തന്നിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് 5 ടേംസിന്റെ സം ആയിട്ട്
100 തന്നിട്ടുണ്ട്. നമ്മളോട് അരിത്തമെറ്റിക് സീക്വൻസ് ജനറേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഒരു ഓൾജിബ്രിക് ഇക്വേഷൻ ഉണ്ടല്ലോ. ആ ഒരു ഓൾജിബ്രിക് ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഇസ് xn is equal to dn plus f minus d. ഇങ്ങനെ ഒരു അരിത്തമെറ്റിക് ഇക്വേഷൻ അല്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ ഈ എഫ് എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ടേം. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് ടേം 1നെ നമുക്ക് എഫ് എന്ന് വിളിക്കാം. ഓക്കെ, സോ നമ്മളൊരു സീക്വൻസ് ജനറേറ്റ് ചെയ്യാണ്. എഫ് പ്ലസ് ഡി, എഫ് പ്ലസ് 2d, എഫ് പ്ലസ് 3d എക്സെട്ര. സോ നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഫസ്റ്റ് 4 ടേംസ് ആണ് കേട്ടോ. ഫസ്റ്റ് 4 ടേംസിന്റെ സം 100 ആണെന്ന് തന്നിരിക്കുന്നത്. സോ ഞാനൊരു ഫസ്റ്റ് 4 ടേംസ് ആദ്യം എഴുതി. എഫ് പ്ലസ് ഡി പ്ലസ് എഫ് പ്ലസ് 2d പ്ലസ് എഫ് പ്ലസ് 3d ഈക്വൽ ടു 100. എങ്ങനെയാണ് നമ്മൾ ഈ സീക്വൻസ് ഉണ്ടാക്കിയത്? എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, എഫിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. സിൻസ് ഇറ്റ് ഇസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. എഫ് പ്ലസ് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് ട്വൈസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് തേർഡ് ടേം കിട്ടും. ത്രൈസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർത്ത് ടേം കിട്ടും. അങ്ങനെയാണല്ലോ നമ്മൾ ഒരു സീക്വൻസ് ജനറേറ്റ് ചെയ്യുക. ആ ഒരു ബേസിസിൽ നമുക്ക് ഇതിനിങ്ങനെ ജനറേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് ഇതിനെ ഇക്വേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് അൺനോൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് 4f plus 6d is equal to 100 എന്ന് കിട്ടി. ദിസ് ഇസ് നമുക്കിതിനെ ത്രൂ ഔട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2f plus 3d is equal to 50. 2 plus 3d is equal to 50. That is f is equal to 1 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം then 3d is equal to 48. That is 50 minus 2. Therefore നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. d is equal to 16. Arithmetic sequence generate ചെയ്തൂടെ? That is the first term is 1. Common difference 16 ആയതുകൊണ്ട് 1 plus 16 is 17. 17 plus 16 is 33. 33 plus 16 is 49, etc. ഇങ്ങനെ ചെയ്തതിനെ ഇക്വേറ്റ് ചെയ്തതിന്റെ അൺനോൺ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പഴയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും എന്നോട് ചോദിക്കാൻ, ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. തേർഡ് വൺ, പ്രൂവ് ദാറ്റ് ഫോർ എനി 4 consecutive terms of an arithmetic sequence, the sum of 2 terms on the 2 ends and the sum of 2 terms in the middle ends are the same. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും 4 കോൺസിക്യൂട്ടീവ് ടേംസ് എടുക്കുക. അതിൽ അറ്റത്തുള്ള 2 ടേംസിന്റെ സമ്മും അവരുടെ നടുക്കുള്ള 2 ടേംസിന്റെ സമ്മും തമ്മിൽ സെയിം ആണോ എന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആദ്യം തന്നെ ജനറേറ്റ് ചെയ്യാം. എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 2d, എക്സ് പ്ലസ് 3d, 2 എൻഡിലെ ടേംസുകളുടെ സം എടുക്കുക. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 3d. അത് എത്രയാ? 2x plus 3d. ഇനി നമുക്ക് മിഡിലെ 2 ടേംസുകളുടെ സം കൊടുക്കാം. എക്സ് പ്ലസ് ഡി പ്ലസ് എക്സ് പ്ലസ് 2d. ദാറ്റ് ഈസ് 2x plus 3d. സെയിം ആയിട്ട് വന്നില്ലേ? ദേ ബോത്ത് ആർ ഈക്വൽ. ഫോർത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് 4 arithmetic sequences with 100 as the sum of the first 4 terms. നമ്മൾ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിമിലർ ആയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഞാനത് ഒരെണ്ണം കാണിച്ചു തരാം. ബാക്കി സിമിലർ ആയിട്ട് നിങ്ങൾക്ക് ബാക്കി 3 അരിത്തമെറ്റിക് സീക്വൻസുകളും ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് കമന്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. സോ ഫോർത്ത് ക്വസ്റ്റ്യനിൽ ഞാൻ ആദ്യം തന്നെ ഒരു സീക്വൻസ് ജനറേറ്റ് ചെയ്യാം. എക്സ് മൈനസ് 3d, എക്സ് മൈനസ് ഡി, എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 3d. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് അരിത്തമെറ്റിക് സീക്വൻസ് എടുത്ത് കാണിച്ചു തരുന്നത്. നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് ജനറേറ്റ് ചെയ്യാം വിത്ത് സം 100 ഫോർ ദ ഫസ്റ്റ് 4 ടേംസ്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് 4 ടേംസ് സം ഇസ് 100. ദാറ്റ് ഈസ് ദിസ് ഇസ് 100. ദാറ്റ് ഈസ് 4x is equal to 100, x is equal to 25. അപ്പോൾ നമുക്ക് x is equal to 25 എന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് ഡിഫറെന്റ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ വേറെ അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ജനറേറ്റ് ചെയ്യാനായിട്ട് ലെറ്റ് d is equal to 1 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് x 25 എന്ന് കിട്ടി, d 1 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെയായിരിക്കും? 25 minus 3 into 1, that is 22. 25 minus 1, that is 24. Then 26, 28, etc. എങ്ങനെ വേണമെങ്കിലും മാത്തമാറ്റിക് സീക്വൻസ് ജനറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ജനറേറ്റ് ചെയ്തിട്ട് ഡിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തതിനനുസരിച്ച് അരിത്തമെറ്റിക് സീക്വൻസും
ചേഞ്ച് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഫോം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഇങ്ങനെയാണ്. നെക്സ്റ്റ് ത്രീ ഫോംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് ഡീൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ട് എളുപ്പത്തിൽ ജനറേറ്റ് ചെയ്യാം. സോ ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്കൊരു കണ്ടീഷനും കൂടി അറിഞ്ഞിരിക്കണം. നമ്മളൊരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും 3 കോൺസിക്യൂട്ടീവ് ടേംസുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേംസുകളുടെ മിഡിൽ ടേമിൻ്റെ 3 ടൈംസ് ആയിരിക്കും ആൻസർ വരിക. അതായത് ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇതൊരു ടേമാണ്. ദിസ് ഈസ് നെക്സ്റ്റ് ടേം ആൻഡ് ദിസ് ഈസ് നെക്സ്റ്റ് ടേം. ഇതാണ് 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വെച്ചാൽ ഇവരുടെ സമ്മ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ it will be 3 times the term in the middle. The sum of any 3 consecutive terms of an arithmetic sequence is thrice the middle term. കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, സമ്മും തന്നിട്ടുണ്ട്. എന്തുണ്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? 300 എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് 3 ടേംസുകളുടെ സമ്മല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് 3 ടേംസുകളുടെ സമ്മ് എന്ന് പറയുന്നത് സെയിം ആസ് 3x. x is equal to 300 by 3. അപ്പോൾ നമുക്കിവിടെ നിന്ന് എന്ത് കിട്ടി? സെക്കൻഡ് ടേം കിട്ടി. ഫസ്റ്റ് ടേം ഇസ് 30, സെക്കൻഡ് ടേം ഇസ് 100, തേർഡ് ടേം എന്തായിരിക്കും? അപ്പോൾ പഠിക്കണം. കോമൺ ഡിഫറൻസ് ഇസ് 100 minus 30, ദാറ്റ് ഇസ് 70. ഓക്കെ, 30, 100, 100 plus 70, ദാറ്റ് ഇസ് 170. സോ 30, 100, 170, എക്സെട്ര. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ 3 സം എന്ന് പറയുന്നൊരു കണ്ടീഷനായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തരികയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഓർത്തിരിക്കുക. ദ സം ഓഫ് എനി കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് ത്രൈസ് ദ മിഡിൽ ടേം. ഫസ്റ്റ് ചെയ്ത പ്രോബ്ലം രീതിയിലും നമുക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 2d, എക്സെട്ര. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, നമ്മൾ സം ഓഫ് 3 ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ. സെയിം നമുക്ക് നേരത്തെ ചെയ്ത എക്സസൈസുകൾ പോലെയും നമുക്ക് ചെയ്യാം. ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്തുകൊണ്ടും ചെയ്യാം. ഇനി ഇതെടുത്ത് ക്വസ്റ്റ്യനിൽ ഈ ഒരു കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ മെത്തേഡിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ചെയ്യുന്ന രൂപത്തിൽ ചെയ്യാം. ദാറ്റ് ഈസ് ഇതിൽ നിന്ന് നമുക്ക് ഡീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ദിസ് ഇസ് 3x plus 3d ഇസ് ഈക്വൽ ടു 300. സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എക്സിന് 30 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് d ഈസ് ഈക്വൽ ടു 70 എന്ന് കിട്ടും. എന്നിട്ട് കോമൺ ഡിഫറൻസ് 70 എന്ന് കിട്ടിയല്ലോ. ഫസ്റ്റ് ടേം 30 ആണെന്ന് പറയാം. So 30 plus 70 is 100, plus 70 is 170, etc. താഴെയുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ ചെയ്തു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. നെക്സ്റ്റ് 6th question is the sum of first 5 terms of an arithmetic sequence is 150 and the sum of first 10 terms is 550. ഫസ്റ്റ് 5 ടേംസിൻ്റെ സം എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 150. ഫസ്റ്റ് 10 ടേംസിൻ്റെ സം എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 550. ഇനി താഴെ തന്നിരിക്കുകയാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ. തേർഡ് ടേം കണ്ടുപിടിക്കണം. ദെൻ വാട്ട് ഈസ് ദ 8th ടേം? വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്? നമുക്ക് ആദ്യം സം ഓഫ് ഫസ്റ്റ് 5 ടേംസിൻ്റെ കണ്ടീഷൻ കൺസിഡർ ചെയ്യാം. എനി 5 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 5 ടൈംസ് ദി മിഡിൽ ടേം. എക്സ് മൈനസ് 2 ഒരു ടേം, പ്ലസ് എക്സ് മൈനസ് 1 പ്ലസ് x plus 1, x plus 2, any 5 consecutive natural numbers in an arithmetic sequence എന്ന് വെച്ചോ. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 5 ടൈംസ് ദി മിഡിൽ ടേം. നമുക്ക് ഫസ്റ്റ് 5 ടേംസിൻ്റെ സം 150 എന്നാണല്ലോ തന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് ദിസ് ഇസ് 150. ഇറ്റ് ഈസ് ഗിവൺ ആസ് 5x. നമുക്ക് മിഡിൽ ടേം കിട്ടുന്നത് 150 by 5, ദാറ്റ് ഇസ് ഈക്വൽ ടു 30. അപ്പോൾ നമുക്ക് മിഡിൽ ടേം കിട്ടി. ദാറ്റ് ഈസ് ദ തേർഡ് ടേം. വാട്ട് ഈസ് ദ തേർഡ് ടേം ഓഫ് ദ സീക്വൻസ്? അപ്പോൾ നമുക്ക് തേർഡ് ടേം ഓഫ് ദ സീക്വൻസ് ഡയറക്റ്റ് ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ കിട്ടിയില്ലേ. നമ്മൾ നേരത്തെ ഒരു സീക്വൻസ് കൺസിഡർ ചെയ്ത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ഈ കണ്ടീഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ 8th ടേം? ഓക്കെ, സോ ഇത് ഫസ്റ്റ്. സോ ദിസ് ഇസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ 8th ടേം? ജനറൽ പ്രിൻസിപ്പിൾ ഈ ഒരു സെക്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു. ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും പെയേഴ്സ് ഓഫ് ടേംസുകളുടെ പൊസിഷൻസിന്റെ സമ്മ് ഈക്വൽ ആണെങ്കിൽ അവരുടെ ആ ടേംസിന്റെ സമ്മും ഈക്വൽ ആയിരിക്കും. ആ ഒരു ജനറൽ പ്രിൻസിപ്പിളിന്റെ ബേസിസിൽ നമുക്കിപ്പോൾ
8th ടേം അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 8th ടേമിന് വെച്ചിട്ടുള്ള ഒരു റിലേഷനിലോട്ടാണ് നമ്മൾ എത്തേണ്ടത്. ദാറ്റ് ഈസ് നമുക്കിപ്പോൾ 10 ടേംസ് ഉണ്ടെന്ന് വിചാരിക്കാം. 10 ടേംസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടേം പ്ലസ് 10th ടേം ഇസ് ഈക്വൽ ടു സെക്കൻഡ് ടേം പ്ലസ് 9th ടേം ദിസ് ഇസ് ഈക്വൽ ടു തേർഡ് ടേം പ്ലസ് 8th ടേം ദിസ് ഇസ് ഈക്വൽ ടു fourth term plus 7th term this is equal to 5th term plus 6th term. This is 550 divided by 5 that is equal to 110. 550 എന്ന് പറയുന്നത് ഫസ്റ്റ് 10 ടേംസുകളുടെ സമ്മാണ്. സോ ഈ ഓരോ ടേമുകളും ഈക്വൽ ടു 110 എന്നായില്ലേ. സോ നമുക്ക് 8th ടേം അല്ലേ വേണ്ടത്. ഇവിടെ 8th ടേമിൻ്റെ റിലേഷൻ നോക്കാം. തേർഡ് ടേം പ്ലസ് 8th ടേം എന്ന് പറയുന്നത് 110 ആണ് അല്ലേ. നമുക്ക് തേർഡ് ടേം കയ്യിലുണ്ട്, ദാറ്റ് ഈസ് 30. സോ 110 മൈനസ് 30 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 8th ടേം ദാറ്റ് ഈസ് ഈക്വൽ ടു 80. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കാണിക്കാം, ഞാൻ അത് ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് തരാം. ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ് ആണ് നമുക്ക് വേണ്ടത്. തേർഡ് ടേം നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു, 8th ടേമും അറിയാം. അപ്പോൾ ഫസ്റ്റ് ടേം അറിയില്ല, സെക്കൻഡ് ടേം അറിയില്ല, തേർഡ് ടേം നമുക്കറിയാം, ദാറ്റ് ഈസ് 30. ഫോർത്ത് അറിയില്ല, ഫിഫ്ത്ത് അറിയില്ല, സിക്സ്ത് അറിയില്ല, സെവൻത്ത് അറിയില്ല, 8th അറിയാം, ദാറ്റ് ഈസ് 80. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിൽ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കാണുന്നത്? നമ്മൾ കഴിഞ്ഞ എക്സസൈസിൽ കണ്ടില്ലേ. ആദ്യം തന്നെ പൊസിഷൻ ഡിഫറൻസ് കാണുക, ദെൻ ടേം ഡിഫറൻസ് കാണുക, അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. സോ ടേം ഡിഫറൻസ് ഇസ് 80 മൈനസ് 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 50. പൊസിഷൻ ഡിഫറൻസ് ഇസ് 8 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. So 5 times common difference is 50. Therefore, the common difference is 10. So common difference 10 കിട്ടിക്കഴിഞ്ഞാൽ 30 സെക്കൻഡ് ടേമിലേക്ക് പോകാമല്ലോ. ദാറ്റ് ഈസ് 30 മൈനസ് 10 is 20. 20 മൈനസ് 10 is 10. So 10, 20, 30, 40, etc. ഇതായിരിക്കും arithmetic sequence. 7th question is, the angles of a pentagon are in arithmetic sequence. Prove that its smallest angle is greater than 36 degree. സോ ഒരു പെൻറ്റഗൻ്റെ ആംഗിൾസ് എന്ന് പറയുന്നത് ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. നമ്മളോട് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് സ്മോളസ്റ്റ് ആംഗിൾ ഇൻ ദാറ്റ് പെൻറ്റഗൺ ഇസ് ഗ്രേറ്റർ ദാൻ 36 ഡിഗ്രി. സ്മോളസ്റ്റ് ആംഗിൾ ഇൻ ദ പെൻറ്റഗൺ ക്യാൻ ബി ഡിനോട്ടഡ് ആസ് എക്സ്. സം ഓഫ് ആംഗിൾസ് ഓഫ് എ പെൻറ്റഗൺ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് 540. എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 2d, എക്സ് പ്ലസ് 3d, എക്സ് പ്ലസ് 2d, എക്സ് പ്ലസ് 3d, എക്സ് പ്ലസ് 4d is equal to 540. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. 5x plus 10d is equal to 540. x plus 2d is equal to 108. നമുക്ക് സപ്പോസ് നമുക്ക് ഈ ഒരു ആംഗിള് 36 ഡിഗ്രി ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്തെന്ന് കിട്ടും? ഇറ്റ് വിൽ ബി 36. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആംഗിൾസ് എങ്ങനെ വരും? 36, 72, 108, 144, 180 ഇങ്ങനെ വരും. 80 ഡിഗ്രി വിൽ നോട്ട് ആൻ ആംഗിൾ ഓഫ് എ പെൻറ്റഗൺ. കാരണം എന്താ? സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ആൻഡ് ഇൻറ്റീരിയർ ആംഗിൾസ് 180 ആണ്. എക്സ്റ്റീരിയർ ആംഗിൾസും ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ പെൻറ്റഗൺ കംപ്ലീറ്റ് ആയിട്ട് 180 ഡിഗ്രിയാണ്. അപ്പോൾ അതൊരു ഒറ്റൊരു ആംഗിളായിട്ട് പെൻറ്റഗണിൽ വരില്ല. ദ സ്മോളസ്റ്റ് ആംഗിൾ ഇൻ എ പെൻറ്റഗൺ വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ 36 ഡിഗ്രി. ഈ ഒരു സെക്ഷനിൽ ഇത്രയാണുള്ളത്. സോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.